ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊറിയൻ മാൻവയായ ലുക്കിസം എന്ന സീരീസിന്റെ എപ്പിസോഡ് 2 ആണ്. ഈ എപ്പിസോഡിൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സൂപ്പർ ആക്ഷൻ സീൻസ് എല്ലാം ഉണ്ടായോണ്ട് എനിക്ക് ഈ എപ്പിസോഡ് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കമന്റ് അറിയിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ എന്നെ എൻകറേജ് ചെയ്യുന്നത്. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ അനിമിയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലുക്കിസം സീസൺ 1 എപ്പിസോഡ് 2. സാറ് നമ്മുടെ ക്ലാസ്സിലേക്ക് പുതുതായി വന്ന ഈ സ്റ്റുഡന്റിനോട് എല്ലാവരും നല്ലോണം ബിഹേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഹീറോയോട് പോയി ഇരിക്കാൻ പറയും. അവനും അങ്ങോട്ട് പോകുന്ന സമയത്ത് ഗേൾസ് എല്ലാം 6 ഫീറ്റ് ഹൈറ്റ്, ഹാൻസം എന്നെല്ലാം പറഞ്ഞ് ഫ്ലേർട്ട് ചെയ്യുമ്പോൾ അവൻ പഴയ സ്കൂളിനെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ ഹീറോ നേരെ ഓപ്പോസിറ്റ് ഉള്ള പയ്യനെ നോക്കുമ്പോ ഇങ്ങോട്ട് നോക്കിയാൽ നിന്റെ മൂക്കടിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞായിരിക്കും അവൻ ഓർമ്മ വരിക. അതും ചിന്തിച്ച് ഹീറോ സീറ്റിൽ ഇരുന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ആരാന്ന് നോക്കുമ്പോ അത് അവനുമായി അടിയുണ്ടാക്കിയ ആ പയ്യനായിരിക്കും. നേരെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴോ അവന്റെ ഗേൾ ഫ്രണ്ടും. ഹീറോ അവരുടെ പെട്ടല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്തായിരിക്കും ആ പയ്യൻ ഹായ് എന്റെ പേര് ലീജിങ് സോങ് എന്ന് പറഞ്ഞ് ഇൻട്രോ ആവുക. ഹീറോയും ഹായ് എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നെ മനസ്സിലായില്ലല്ലോ എന്ന് ചിന്തിക്കും. അപ്പൊ ഒരു പെണ്ണ് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അവളെ പേര് ഹാൻല എന്ന് പറഞ്ഞ് ഹീറോന്റെ അടുത്ത് ഇൻട്രോ ആയി നിന്റെ ഫേസിൽ എന്താ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഹീറോയും തൊട്ടുനോക്കുന്ന സമയത്ത് ക്യൂട്ട്നെസ് ആൻഡ് സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് ഹീറോനെ ഫ്ലേർട്ട് ചെയ്യും. ലീജിങ് സോങ് അവളോട് നീ അവനെ ഫ്ലേർട്ട് ചെയ്യാതെ സീറ്റിൽ ഇരിക്കാൻ പറയുന്ന സമയത്ത് അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി ഹീറോ നോക്കുന്ന സമയത്ത് ക്യൂട്ടായിട്ട് അഭിനയിക്കുമ്പോ അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഹാൻസമായ പയ്യന്മാരുടെ അടുത്ത് മാത്രം ക്യൂട്ടായിട്ട് അഭിനയിക്കും എന്നും പറഞ്ഞ് ലീജിങ്ങിനെ നോക്കുന്ന സമയത്ത് ലീജിങ്ങും ഹീറോനെ നോക്കുന്ന കണ്ടിട്ട് ആ പയ്യൻ ദേഷ്യത്തിലൊരു ലുക്ക് വിടും. പിന്നീട് ലഞ്ച് ബ്രേക്ക് ആവുമ്പോ ഹാനില് ആ സ്കൂളത്തെ കാറ്റഗറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ഈ സ്കൂളിൽ പാട്ട് പാടുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഡാൻസ് കളിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, കൂടാതെ ബോക്സിങ്ങിനുള്ള സ്റ്റുഡൻസും ഉണ്ട്. അല്ല നീ എന്താ ഫാഷൻ ഡിസൈൻ കോഴ്സ് എടുത്തേ എന്ന് ചോദിക്കുമ്പോ ഹീറോ ഒരു ഫ്ലാഷ് ബാക്ക് ചിന്തിക്കും. സാറേ എന്തുകൊണ്ട് ഈ കോഴ്സ് എന്ന് ചോദിക്കുന്ന സമയത്ത് യോംസാബിന്റെ മാർക്കിന് ഉറപ്പായിട്ടും ഈ കോഴ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അവന് ജവാൻ ഹൈസ്കൂളിൽ ഉറപ്പായിട്ടും അഡ്മിഷനും കിട്ടും, കൂടാതെ ജോബിനുള്ള ട്രെയിനിങ്ങും കിട്ടും എന്ന് പറഞ്ഞത് ചിന്തിച്ചിട്ട് അതെന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു എന്ന് അവളോട് കള്ളം പറയും. അവളും അത് വിശ്വസിച്ചിട്ട് എന്റെയും ഹേംസാബിന്റെയും ടേസ്റ്റ് ഒന്നാണല്ലോ എന്ന് ചിന്തിക്കും. നിനക്ക് ഈ പുതിയ സ്കൂൾ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയും ഇഷ്ടപ്പെട്ടു, ഇവിടെ മറ്റുള്ളവരുടെ ഫുഡൊന്നും എനിക്ക് ലൈനിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് അവള് വിയേഡായിട്ട് നോക്കുമ്പോ ഞാൻ ഇനി എന്തെങ്കിലും പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞോ എന്ന് ചിന്തിച്ചിട്ട് ഹീറോ ഞാനതൊരു ജോക്ക് അടിച്ചതാന്ന് പറഞ്ഞ് അതിന് തടിയൂരും. ക്ലാസ് ടൈം ആവുന്ന സമയത്ത് ഹീറോ ഇന്നലെ നല്ലോണം ട്രെയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഉറക്കം തൂങ്ങുന്നുണ്ടാവും. അവൻ ഇന്നലെ ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബേബിനെ നടത്താൻ പഠിപ്പിക്കുകയായിരിക്കും. അത് കണ്ടിട്ട് ഹീറോയിൻ നടക്കുന്ന സമയത്ത് ആ ഫാമിലിയിലെ അമ്മ ഇവൻ വലിയൊരു മോഡലാന്നാ തോന്നുന്നത്, റാം വാക്ക് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യായിരിക്കും എന്ന് ചിന്തിക്കും. എന്നാൽ ഹീറോ നടന്ന് വേഗത കൂടുന്ന സമയത്ത് വീഴാൻ പോകുമ്പോ അവൻ ഫ്ലിപ്പ് ചെയ്ത് ബാലൻസ് ചെയ്ത് നിൽക്കും. അത് കാണുമ്പോ ഹീറോക്ക് ഈ ബോഡിയിൽ ഒരുപാട് സ്കിൽസ് ഉണ്ടെന്ന് മനസ്സിലായിട്ട് അവൻ നല്ല ഫാസ്റ്റിൽ ഓടും. അങ്ങനെ ഒരുപാട് ട്രെയിൻ ചെയ്ത കാരണം ഹീറോ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ആ സമയത്ത് അവൻ റിയൽ ബോഡിയിൽ എഴുന്നേൽക്കുമ്പോ ക്ലാസ്സിലാണല്ലോ ഹാൻസം ബോഡി എന്ന് വിചാരിച്ചിട്ട് ഹീറോ വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് ഇന്നലെ നൈറ്റ് ഫുൾ അവൻ ഈ ബോഡിയിൽ ഉറങ്ങിയ കാരണം അവൻ ഉറക്കം വരുന്നുണ്ടാവില്ല. ഇവിടെയാണെങ്കിൽ ഹാനില് ഹീറോനെ ഉണർത്താൻ നോക്കുമ്പോ ഹീറോയും പെട്ടെന്ന് നെറ്റി എഴുന്നേക്കും. അത് കാണുമ്പോ അവളും പേടിച്ചിട്ട് ക്ലാസ് കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ നിന്നെ ഉണർത്താൻ വന്നേ എന്ന് പറയുമ്പോ ഹീറോയും താങ്ക്സ് എന്ന് പറയും. പിന്നീട് ഹീറോ ഒരു സ്റ്റോറിൽ പാർട്ട് ടൈം ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അവിടുത്തെ ഓണർ നീ ഇന്ന് സ്റ്റോർ നോക്കൂലേ എന്ന് ചോദിക്കുമ്പോ ഹീറോയും ഞാൻ ഇന്ന് നല്ലോണം ഉറങ്ങിയതാണ് എന്ന് പറയും. അപ്പൊ അയാൾക്ക് ഡൗട്ട് തോന്നിയിട്ട് നീ ഒരു സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെന്നല്ല പറഞ്ഞേ, പിന്നെ നീ ക്ലാസ്സിലാണോ കിടന്നുറങ്ങാറ് എന്ന് ചോദിക്കുമ്പോ ഹീറോ ഒരു ഫ്ലാഷ് ബാക്ക് ചിന്തിക്കും. ഹീറോ അതിലൂടെ പോകുന്ന സമയത്ത് ജോബിന് ആളെടുക്കുന്നുണ്ട് എന്നൊരു നോട്ടീസ് കാണുമ്പോ അവൻ ഉള്ളിലോട്ട് ചെന്നിട്ട് ഇവിടെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അയാള് ഹീറോന്റെ ലുക്കൊക്കെ കണ്ടിട്ട് ഇവനെ ജോലിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ധാരാളം ഗേൾസ് ഇവനെ കാണാനായിട്ട് വരും, അങ്ങനെ അവർക്ക് കാരണമായിട്ട് ഇവിടുത്തെ കുറെ സാധനങ്ങളും വിറ്റുപോകും, അങ്ങനെ എനിക്ക് വലിയ പണക്കാരനാവാ എന്നൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോ ഹീറോ അവിടെ റെസ്യൂമി വല്ലതും വേണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അയാൾ അതൊന്നും എനിക്ക് ആവശ്യമില്ല, നിനക്ക് എത്ര സാലറി വേണ്ടേ എന്ന് ചോദിച്ചിട്ട് അവിടുത്തെ യൂണിഫോം എടുത്ത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് എനിക്കുള്ള ജോലിയല്ല, ഇതെന്റെ കൂട്ടുകാരന് വേണ്ടിയാണ് എന്ന് പറയുമ്പോ അയാൾ ചിന്തിച്ചു കൂട്ടിയൊക്കെ തകർന്ന് തരിപ്പണായിട്ടുണ്ടാവും. അതും ചിന്തിച്ച് ഹീറോ നിൽക്കുന്ന സമയത്ത് നിനക്കിന്ന് ജോലിയില്ല എന്ന് പറയുമ്പോ ഹീറോ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നിങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ നിനക്ക് ഈ സിഗരറ്റ്സിന്റെ ബ്രാൻഡ്
ബാൻഡിന്റെ നെയിമൊക്കെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ Downhill, Sticker 77, Disc Team, Mile 6, Parliament 2, Ember Heats. ഇതേപോലെ വളരെ സ്പീഡിൽ പറയുമ്പോൾ അത് കേട്ട് അയാൾ ഷോക്കായി ഇതെങ്ങനെ നിനക്കറിയാ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഇതായിരുന്നില്ല പണ്ടത്തെ എൻ്റെ പണി എന്ന് ചിന്തിക്കും. ആ ഓണർ ഹീറോനോട് നിന്റെ ഹാൻസമായ ഫ്രണ്ടിന് ടൈം ഉണ്ടെങ്കിൽ അവനോടും വരാൻ പറ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. ഹീറോ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ജോലി കിട്ടി, ഇനി എൻ്റെ ചെലവൊക്കെ എനിക്ക് തന്നെ നോക്കാം എന്നും പറഞ്ഞിട്ട് അവൻ ഇതുവരെ ഹാൻസം ബോർഡിനെ കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഞാൻ എൻ്റെ റിയൽ ബോഡിയിൽ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ഹാൻസം ബോഡി ആക്റ്റീവ് ആവും, എന്നാൽ ഞാൻ എൻ്റെ ഹാൻസം ബോഡിയിൽ ഉറങ്ങുമ്പോൾ എൻ്റെ റിയൽ ബോഡി ആക്റ്റീവ് ആവും. എന്നാൽ വളരെ ടയേർഡായിട്ട് ഒരു ബോഡിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ അതൊരിക്കലും എഴുന്നേൽപ്പിക്കാൻ കഴിയില്ല. ബട്ട് ഒരാൾ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ബോഡി ഉണർത്താൻ കഴിയും എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവൻ്റെ ക്ലാസ്സിലുള്ള പയ്യന്മാരൊക്കെ അങ്ങോട്ട് വരും. എന്നാൽ ഹീറോന്റെ ബോഡി ചേഞ്ച് ആയതുകൊണ്ട് അവർക്ക് ഹീറോനെ മനസ്സിലാവുന്നുണ്ടാവില്ല. അതിലുള്ളൊരു പയ്യൻ എനിക്ക് സിഗരറ്റ് വേണമെന്ന് പറയുന്ന സമയത്ത് ഹീറോ ഐഡി കാണിക്കാൻ പറയുമ്പോൾ അവൻ കാണിക്കുന്ന ഐഡിയിൽ അവന്റെ ഫോട്ടോ ആയിരിക്കൂല ഉണ്ടാവുക. അത് ഹീറോ ചോദിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വെയിറ്റ് കൂടിയതാ എന്ന് പറയുമ്പോൾ ഹീറോ എനിക്ക് തരാൻ പറ്റൂല, എന്റെ മാനേജറിനോട് ചോദിക്കേണ്ടി വരും എന്ന് പറയുന്ന സമയത്ത് ലീജിങ് സോങ് അങ്ങോട്ട് വന്നിട്ട് ശരി ഇവിടെ കിട്ടൂലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവാ എന്ന് പറഞ്ഞ് ഹീറോനെ കാണുമ്പോൾ നീ ഇവിടെയാണോ എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റോറിന്റെ ഉള്ളിലോട്ട് കയറി അവന് തോന്നിയ പോലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അന്നത്തെ കാര്യത്തിന് ഞാൻ നിന്നോട് ക്ഷമിച്ചിട്ടില്ല, നിനക്ക് മാപ്പ് വേണമെങ്കിൽ ഇതിനുള്ള ബില്ല് പേ ചെയ് എന്ന് പറഞ്ഞിട്ട് നെയിം ടാഗിലേക്ക് നോക്കുന്ന സമയത്ത് പാർക്യോൻ സാബ് ഇതേ പേരുള്ളൊരു സ്റ്റുഡന്റ് എന്റെ ക്ലാസ്സിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അവനും നീയും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട്. എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും എന്റെ ഗേൾ ഫ്രണ്ടിന്റെ പിന്നാലറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ ഹീറോനെ എടുത്തിട്ട് അടിക്കും. എന്നിട്ട് ഹീറോന്റെ ന്യൂഡ് ഫോട്ടോ എടുത്തിട്ട് ഇതിനെപ്പറ്റി പോലീസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോ ലീക്കാവും എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവും. ഹീറോയ്ക്ക് ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം അവൻ അതൊക്കെ ചിന്തിച്ച് വിഷമിച്ച് കരയുന്നുണ്ടാവും. ആ സമയത്ത് അവന്റെ അമ്മേന്റെ കയ്യിൽ നിന്ന് ഒരു കോള് വരുമ്പോ ഹീറോയും എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിട്ട് ആ ഫോൺ എടുക്കും. അമ്മ മോനെ നിനക്ക് സുഖാണോ, പുതിയ സ്കൂളൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും നന്നായിട്ട് പോകുന്നു അമ്മ, ഞാൻ കുറച്ച് ബിസിയാണ് എന്ന് പറയുന്ന സമയത്ത് അമ്മയും ഞാനും എനിക്കൊരു ബ്രേക്ക് കിട്ടിയപ്പോൾ നിന്നെ വിളിച്ചതാ എന്ന് പറയുമ്പോൾ ഹീറോ ഈ സമയത്ത് എന്ത് ബ്രേക്ക് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടൊരാൾ വരുമ്പോൾ അവന്റെ അമ്മ ഫോണും കട്ട് ചെയ്ത് അയാളെ കയ്യിലുള്ള കാർഡ്ബോർഡ് പീസും വാങ്ങി അവിടെ നിന്ന് പോവാൻ നിൽക്കും. അയാൾ അമ്മേന്റെ അടുത്ത് നിങ്ങളെന്താ ഈ സമയത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഇതെന്റെ മകന്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് എന്ന് പറയും. പിറ്റേ ദിവസം ഹീറോ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഹാനൽ ഇന്നലെ ലീജിങ് സോങ്ങിന്റെ ഗ്യാങ് എടുത്ത ഒരു കോമഡി ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹീറോനെ പറ്റി തന്നെ അവനോട് പറയും. ലീജിങ് സോങ്ങിന്റെ ഫ്രണ്ട്സ് എല്ലാം ഇന്നലെ ഒരു സ്റ്റോറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പയ്യനെ ലീജിങ് സോങ് ഒരു കാരണമില്ലാതെ വെറുതെ എടുത്തിട്ട് അടിച്ചു, അവന്റെ ഒരു പഞ്ചും ഞങ്ങൾക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന സമയത്ത് ലീജിങ് സോങ് ഇതൊരു പ്രൊഫഷണൽ ബോക്സറിന് സർവ്വസാധാരണമാണ് എന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു പയ്യൻ അഥവാ ഇനി അവൻ അവന്റെ അമ്മേനെ വിളിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ വേറൊരു പയ്യൻ അവൻ അടിച്ച പോലെ തന്നെ അവന്റെ അമ്മേനെ അടിക്കും എന്ന് പറയുന്ന സമയത്ത് ഹീറോന്റെ കണ്ണൊക്കെ ദേഷ്യം വന്ന് തുടിച്ചിട്ട് നിങ്ങൾ എന്തിനാ അവന്റെ അമ്മേനെ ഇതിലേക്ക് വലിച്ചയക്കുന്നേ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ എല്ലാരും ഹീറോനെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. ലീജിങ്ങിന്റെ ശ്രദ്ധ ഹീറോന്റെ അടുത്തേക്ക് പോകുമ്പോൾ ലീജിങ് സോങ് ടെൻഷനായിട്ട് നീ എന്തിനാ ഈ കാര്യത്തിൽ ഇടപെടുന്നേ എന്ന് ചോദിച്ചിട്ട് ഫൈറ്റിംഗ് സ്റ്റൈലിൽ നിൽക്കും. ആ സമയത്ത് ഹീറോ എനിക്ക് നീയുമായി ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ ആ പയ്യൻ അതും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഹീറോനെ പഞ്ച് ചെയ്യാൻ വരുന്ന സമയത്ത് അത് ഹോൻജയാങ് എന്ന് പറഞ്ഞൊരു പയ്യൻ തടുക്കും. അവനും ഹീറോ പറഞ്ഞത് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടാവും. എന്നാൽ ലീജിങ് സോങ് അവനെയും തട്ടിയിട്ടിട്ട് ഹീറോനെ പഞ്ച് ചെയ്യാൻ പോകുമ്പോൾ അവന്റെ ഫ്രണ്ട്സ് പറഞ്ഞ അത്ര സ്പീഡൊന്നും ആ പഞ്ചിന് ഹീറോയ്ക്ക് തോന്നുന്നുണ്ടാവില്ല. കാരണം അവൻ ഒരുപാട് പഞ്ചസ് കൊണ്ടുകൊണ്ട് ഒരു സമയമായപ്പോൾ അവൻ ആ പഞ്ചസ് ഒക്കെ കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ അവന്റെ ബോഡിയാണ് അതിന് റിയാക്ട് ചെയ്യാതിരുന്നത്. എന്നാൽ ഈ ബോഡിയിൽ നമ്മളെ ഹീറോ വളരെ എളുപ്പത്തിൽ ആ പഞ്ച് ഡാജ് ചെയ്യും. അത് കാണുമ്പോൾ ആ പയ്യനൊന്ന് ഷോക്കായിട്ട് വീണ്ടും വീണ്ടും ഹീറോനെ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഹീറോ അതിൽ നിന്നൊക്കെ ഡാജ് ചെയ്യും. അങ്ങനെ ഒരു സമയത്ത് ഹീറോ ലോക്ക് ആവുമ്പോൾ നിന്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ ഒരു പഞ്ച് ചെയ്യുന്ന സമയത്ത് ഹീറോ അത് ബ്ലോക്ക് ചെയ്യും. അത് കാണുമ്പോൾ ആ പയ്യൻ ഇവൻ ബോക്സിങ്ങിൽ ആദ്യമായിട്ടല്ല എന്ന് ചിന്തിക്കും. എന്നാൽ ഹീറോ ആണെങ്കിൽ ഇവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ എന്റെ കഥ അധോഗതിയാണല്ലോ എന്ന് ചിന്തിച്ച് പേടിക്കുകയായിരിക്കും. ആ സമയത്ത് ഓരോ തവണ അവൻ തല്ലിയതൊക്കെ ഓർമ്മ വന്നിട്ട് അവന്റെ അമ്മേനെ
അങ്ങനെ മോശമായിട്ട് പറഞ്ഞതും എല്ലാം കൂടി ചിന്തിച്ച് ഹീറോ അവന്റെ പഴയ സ്കൂളിലെ റൗഡി പറഞ്ഞ പോലെ ഒരൊറ്റ പഞ്ച് അവന്റെ വയറ്റിലേക്ക് വെക്കും. അത് കിട്ടുന്ന സമയത്ത് ആ പയ്യനും നോക്കൗട്ട് ആയിട്ടുണ്ടാവും. പിന്നീട് ഈ ന്യൂസ് എല്ലാ ഗ്യാങ്സിന്റെ അടുത്തും സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അതില് വാസ്കോ എന്നൊരു റൗഡി പാർക്കിയോൻ സാബ് പോപ്പുലറും ഹാൻസമുമായ പയ്യനും അവനെ എനിക്ക് ക്രഷ് ചെയ്യണം എന്ന് പറയുമ്പോ അവന്റെ ടീംമേറ്റ് ആണെങ്കിൽ വാസ്കോബായിന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പയ്യന്റെ കഥ അധോഗതിയ എന്ന് പറയുന്നതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ എപ്പിസോഡിലാണ് ഹീറോ ആദ്യമായിട്ട് ഒരു പയ്യനെ അങ്ങോട്ട് പോയി തിരിച്ചടിക്കുന്നത്. ഇനി ഇത് കാരണം അവന് ഈ സ്കൂളിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവോ ഇല്ലേന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് അറിയിക്കുക. അപ്പൊ അടുത്ത എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗായ്സ്.